ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇടത് സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നാളെയാണ്. ശബരിമല വികസനം മാത്രമാണ് ലക്ഷ്യമെന്ന് സർക്കാർ ആവർത്തിക്കുന്നു. വോട്ടിൽ കണ്ടുവച്ചുള്ള നാടകമെന്ന് കോൺഗ്രസും BJPയും വിശേഷിപ്പിക്കുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കുമോ ഇല്ലയോ എന്നതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസും BJPയും ആവശ്യപ്പെടുന്നത്. ആഗോള അയ്യപ്പ സംഗമവും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസും കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നാണ് സർക്കാർ നിലപാട്. നാളെ കാര്യങ്ങൾ സങ്കീർണമാക്കുമോ, സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം വെടിപ്പായി വിവാദരഹിതമായി നടക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. RDX ഇപ്പോൾ പരിശോധിക്കുന്നു. RDX രാവ്. ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ പമ്പയിൽ പൂർത്തിയായി. 8 സോണുകളായി തിരിച്ച് 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. DIG അജിത ബീഗത്തിനാണ് മേൽനോട്ട ചുമതല. അയ്യപ്പ സംഗമം വലിയ വിജയമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ട് ഉദാത്ത മാതൃകകളുണ്ട്. അവിടെ വരുന്ന പ്രതിനിധികളോട് നമ്മൾ അഭിപ്രായം എല്ലാ മേഖലയിലുമുള്ള എല്ലാ തലത്തിലുമുള്ള ഒരു പങ്കാളിത്തവും പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാവും. രാജകുടുംബത്തിന്റെ മരണം നടന്നതുകൊണ്ട് സംഗമത്തിനെത്തില്ലെന്ന് പന്തളം കൊട്ടാര നിർവാഹക സംഘം സെക്രട്ടറി അറിയിച്ചിരുന്നെങ്കിലും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ സെക്രട്ടറിയുടെ പേരുണ്ട്. ശബരിമലയുടെ ഐതിഹ്യവും ചരിത്രവും ആചാരങ്ങളും വ്യക്തമാക്കുന്ന 2000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള പ്രത്യേക പവലിയൻ സംഗമത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. 3 വേദികളിൽ സെഷനുകളായി നടക്കുന്ന ചർച്ചകളിലെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ശബരിമലയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവാദങ്ങൾ സംഗമത്തിന്റെ ശോഭ കെടുത്തില്ലെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ്. RDX റാമ്പ് ന്യൂസ് മലയാളം. ഒമ്പത് കൊല്ലമായി ശബരിമലയിൽ ഒരു വികസനവും നടത്താത്ത സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഫ്ലക്സ് ബോർഡുകളിൽ അയ്യപ്പനില്ല, പിണറായി വിജയനും VN വാസവനും മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. വാക്കുകളിലേക്ക്. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല, പിണറായി വിജയനും വാസവനും മാത്രമുള്ള ബോർഡിൽ. ദേവസ്വം ബോർഡില്ല. ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് സ്വാഗത സംഘത്തിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ നാടകം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ നാടകമാണെന്ന് BJPയും ആരോപിക്കുന്നു. പണം തട്ടാനുള്ള പരിപാടിയാണിത് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഇത് കരുതിയിരിക്കാൻ തയ്യാറാകണം. ഇത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള സംഗമമല്ല, ശബരിമലക്ക് വേണ്ടിയിട്ടുള്ള സംഗമമല്ല. ഇത് LDFന് വേണ്ടിയിട്ടുള്ള സംഗമമാണ്, LDF സംഗമമാണ്. ആ LDF സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇത് തിരിച്ചറിയണം. ശബരിമലയോടും വിശ്വാസത്തോടും പ്രതിബദ്ധതയുണ്ടെങ്കിൽ 2008 സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഹിന്ദു ഐക്യവേദി. ഇപ്പോൾ സർക്കാർ നടത്തുന്നത് കാപട്യമാണ് എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. ശബരിമലയുടെ വികസനത്തിലും ശബരിമലയുടെ ആ ക്ഷേത്രത്തോടും നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ 2008 നിങ്ങൾ കൊടുത്ത അഫിഡാവിറ്റ് ഉണ്ട്, ആ അഫിഡാവിറ്റ് നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ്. പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുക, ആ യോഗത്തിൽ അയ്യപ്പ സംഗമത്തിൽ പ്രഖ്യാപിക്കണം. അല്ലാത്തിടത്തോളം ഇത് കാപട്യമാണ്, കബളിപ്പിക്കലാണ്. അയ്യപ്പ സംഗമത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് നോക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. പരമാവധി 3500 പേർ പ്രതിനിധികളായി എത്തും. 3 സെഷനുകളിലായാണ് ചർച്ച നടക്കുക. ശബരിമല മാസ്റ്റർ പ്ലാൻ, തീർത്ഥാടക ടൂറിസം, തിരക്ക് നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും ചർച്ച. ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതീക്ഷിക്കുന്ന ചെലവ് 7 കോടി രൂപയാണ്. ഫണ്ട് സ്പോൺസർഷിപ്പിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ബാധ്യത വരില്ല. ആരെല്ലാമാണ് പങ്കെടുക്കുന്നതെന്ന് നോക്കാം. അയ്യപ്പ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡിന്റെ ക്ഷണം സ്വീകരിച്ചത് തമിഴ്നാട് സർക്കാർ മാത്രമാണ്. DMK മന്ത്രിമാരായ PK ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും പങ്കെടുക്കും. കർണാടക, ഡൽഹി, തെലങ്കാന സർക്കാരുകളെയും ക്ഷണിച്ചിരുന്നു. പ്രതിനിധികളെ പക്ഷേ ഇവരെ അയക്കില്ല. NSS, SNDP അടക്കം സാമുദായിക സംഘടനകൾ ക്ഷണം സ്വീകരിച്ചു. പ്രതിനിധികൾ വരും. അയ്യപ്പ സംഗമം ഭക്തരെ കബളിപ്പിച്ച് വോട്ട് തട്ടാനുള്ള കുതന്ത്രമാണ് എന്നാണ് UDFന്റെ പൊതുവായ വിലയിരുത്തൽ. വോട്ട് ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് നേരത്തെ BJPയും പറഞ്ഞിരുന്നല്ലോ. UDFും BJPയും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ നിന്ന് തന്നെ അധ്യക്ഷനെടുത്തത് പക്വതയില്ലാത്ത നിലപാടാണ് എന്നാണ് BJP കോർ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. NSS, SNDP നിലപാട് അറിയാതെ സംഗമത്തെ ആക്രമിച്ചതിൽ തെറ്റുപറ്റിയെന്നാണ് അംഗങ്ങൾ പറയുന്നത്. NSSനെയും SNDPയെയും എതിർത്തത്
എതിർപക്ഷത്ത് നിർത്തിയത് ശരിയായില്ല എന്നാണ് ആ വിമർശനം. BJP ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നും കോർ കമ്മിറ്റിയിൽ അംഗങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പമ്പയുടെ ശുദ്ധി സംരക്ഷിച്ച് സംഗമം നടത്തണം എന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി അത് ശരിവച്ചിട്ടുമുണ്ട്. പ്രകൃതിക്ക് ഹാനികരമായത് സംഭവിക്കാൻ പാടില്ല, വരവ് ചില കണക്ക് സമർപ്പിക്കണം എന്നതുമാണ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹി RK പുരം ക്ഷേത്രത്തിൽ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ അയ്യപ്പ സംഗമം നടക്കും. 12 തിങ്കളാഴ്ച ശബരിമല കർമ്മസമിതി ഹിന്ദു ഐക്യവേദിയുടെ വിശ്വാസ സംഗമമുണ്ട്. യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഇതുവരെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇതുവരെ പരിശോധിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് VN വാസവൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി തുടർ നടപടി ആരംഭിക്കാത്തതിനാൽ നിലപാട് പരിശോധിച്ചിട്ടില്ല എന്നും പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു ഹൈക്കോടതി. സംഗമത്തിന് പോകുന്നവർക്ക് ക്ഷേത്ര തനത് ഫണ്ട് ചെലവിടാമെന്ന ഉത്തരവിനാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്ര ഫണ്ട് എന്തിന് ചെലവഴിക്കണം എന്നാണ് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഉത്തരവ് എന്തിന് പുറപ്പെടുവിച്ചു എന്നുമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിരുന്നു. സനീഷ്, എനിക്കതിപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് ഇത് സർക്കാർ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഈ അയ്യപ്പ സംഗമത്തെ അടുപ്പിച്ചു. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം ഇത്രയും വലിയ പുകിലുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു അയ്യപ്പ സംഗമം അവിടെ സൈഡിൽ നിന്ന് നടന്നൊക്കെ അവസാനിച്ചേനെ. ഇതിപ്പോൾ ആ മട്ടിലല്ല കാര്യങ്ങൾ എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതായത് ഒന്ന്, അയ്യപ്പ സംഗമം നടത്തുന്നതിൽ രാഷ്ട്രീയ ലാക്കുണ്ട് എന്ന് BJPയും കോൺഗ്രസും UDFും NDAയും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതൊരു വസ്തുതയാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ CPI നയിക്കുന്ന സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമില്ലാതെ ചുമ്മാ ഒരു പരിപാടി നടത്തിയേക്കാമെന്ന് വിചാരിക്കില്ലല്ലോ. എന്നാൽ രാഷ്ട്രീയ ലാക്കുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ ലാക്കിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. CPM ഇടതുപക്ഷ സർക്കാർ അവരുടെ വിജയം രാഷ്ട്രീയമായിട്ട് നേടിക്കഴിഞ്ഞു. അതാണ് നമ്മൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രതികരണങ്ങളിലെ ആകുലത കൊണ്ട് കാണുന്നത്. അതിൽ തന്നെ പക്ഷേ ഞാൻ വിചാരിക്കുന്ന കോൺഗ്രസിനല്ല, യഥാർത്ഥത്തിൽ BJPക്ക് ആണ് ഇത് വലിയ ക്ഷീണമായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്ന്, ശബരിമലയാണ് തങ്ങളുടെ സുവർണ ദിനങ്ങളുടെ കേന്ദ്രമാവുക എന്നൊരു തോന്നലുണ്ടായെടുത്ത് നിന്ന് ശബരിമല BJPക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത CPMും CPIയും ഇടതുപക്ഷ സർക്കാർ ആകെ തന്നെയും അതിനുള്ള തന്ത്രങ്ങൾ നടപ്പാക്കുന്നൊരു കാര്യമായിട്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം എന്താണ്, ഒന്ന് നോക്കൂ, ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സാന്നിധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരാണ്? ഈ പ്രമാദമായിട്ടുള്ള സുപ്രീം കോടതി വിധിയിലെ ന്യൂനപക്ഷ വിധി എഴുതിയ ആളാണ്. അതായത് എല്ലാവരും CPMൻ്റെ നിലപാട് സ്ത്രീകൾക്ക് പ്രവേശനമാകാം എന്നതായിരുന്നു. സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല എന്നാണ് എഴുതിയ ആളാണ് ഇവർ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ന്യൂനപക്ഷ വിധി എഴുതിയ ആളെ തന്നെ കൊണ്ടുവന്നിട്ട് അതിനകത്ത്, അതായത് ഈ പറയുന്ന ശബരിമലയെ ഈ പറയുന്ന ചർച്ചകളുടെ കേന്ദ്രമാക്കി മാറ്റിയ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട വിധിയിലെ ഒരു ജസ്റ്റിസ് സാന്നിധ്യത്തെ തന്നെ കൊണ്ടുവന്നിട്ട് അതിഥിയാക്കുക വഴിയായിട്ട് അവരുടെ വിജയം അവർ കൊട്ടിഘോഷിച്ച് കഴിഞ്ഞു ഇതിനകം തന്നെ എന്നതാണ്. പക്ഷേ നമ്മളത് മാറ്റി നിർത്തുക. കാരണം അത് ഒരു രാഷ്ട്രീയ പരിപാടി ആരെങ്കിലും നടത്താം, ആർക്കൊക്കെങ്കിലും വിജയമുണ്ടാകും, ആർക്കെങ്കിലും പരാജയം ഉണ്ടാകും. ഞാൻ വിചാരിക്കുന്നത് BJPക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ UDFിന് ഇത് നടന്നു കഴിഞ്ഞാലും അവർക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകേണ്ടതില്ല. പക്ഷേ നമ്മൾ സാധാരണക്കാരനായ ഒരു മലയാളിയായിട്ട് നമ്മൾ ഈ പരിപാടിയെ നോക്കിയാൽ, ഞാനിപ്പോൾ ജമനിയോടും ചോദിച്ചു, നമ്മുടെ ChatGPTയോടും ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സെൻറ്റൻസ്, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളെത്തുന്ന ഈ പറയുന്ന ദേവസ്വം, ഈ പിൽഗ്രിമേജ് സെൻറ്ററിൽ ഒന്നാണ് ശബരിമല എന്നാണ് ലോകത്ത് തന്നെയും. ഞാനപ്പോൾ ChatGPT ആ സെൻറ്റൻസ് തന്നപ്പോൾ ഞാൻ അത് കോപ്പി ചെയ്തിട്ട് ജമനയിലേക്ക് ഇടുകയും പെർപ്ലക്സിറ്റിയിൽ ഇടുകയും ചോദിച്ചു. എന്നിട്ട് ഇത് കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ പറയുന്നത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലുതെന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രിമേജ് സെൻറ്ററുകളിൽ ഒന്നാണ് കേരളത്തിലെ ശബരിമല എന്നാണ് ഈ പറയുന്ന ചാറ്റ് ബോട്ടുകളെല്ലാം നൽകുന്ന മറുപടി. എന്ന് വെച്ചാൽ എത്ര പേരാണ്? ഏതാണ്ട് 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പേർ ഓരോ വർഷവും അവിടെ സന്ദർശിക്കുന്നുണ്ട് ശബരിമലയിൽ. 2024-25 വർഷം മണ്ഡല മകരവിളക്ക് കാലത്ത് 53 ലക്ഷം പേർ വന്നു ശബരിമലയിൽ എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക്, എഴുതപ്പെട്ട കണക്ക്. 53 ലക്ഷം. തൊട്ട് തലേ വർഷം 46,77,000 ആയിരുന്നു. എന്ന് വെച്ചാൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ കൂടി വരികയാണ് അവിടേക്ക്. അവിടെ എന്താണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്? അവിടെ അടിസ്ഥാന സൗകര്യ വികസനം, തീർത്ഥാടകരുടെ ക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം. അതിലൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ. അതായത് കേരളത്തിലെ മറ്റ് സാംസ്കാരിക ആത്മീയ കേന്ദ്രങ്ങളുമായി ശബരിമലയെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്നാണ് അവിടുത്തെ ചർച്ച. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, എൻ്റെ വീട് കണ്ണൂർ തലശ്ശേരി, ആ ഭാഗത്ത് പാനൂരിരിക്കുകയാണല്ലോ. അവിടെ നിന്ന് പുറപ്പെടുന്ന, അല്ലെങ്കിൽ അതിനപ്പുറത്ത് കാസർഗോഡ് നിന്നും അതിനും അപ്പുറത്ത് കർണാടകയിൽ നിന്നും പുറപ്പെടുന്ന ആളുകൾ വരുന്ന വഴിയിലെല്ലാം അമ്പലങ്ങളിൽ കയറിയിട്ടും പുഴയോരങ്ങളിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും ഇങ്ങനെ പോവുകയാണ് ശബരിമല വരെ. നമ്മളിൽ ഈ ഹൈവേ
കേരളം മുറിച്ച് കടന്നു പോകുന്ന ഹൈവേ പോലെ തന്നെ ശബരിമലയിലേക്ക് ഒരു റൂട്ടുണ്ട്. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ചിലർ നടന്നാണ് പോവുക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വടക്ക് നടന്നിട്ടാണ് ആൾക്കാർ പോവുക. ഇത് പല അമ്പലങ്ങളിൽ കയറി എല്ലാ കാലത്തും അവിടെ കാണാമല്ലോ നമുക്ക് നമ്മുടെ നാട്ടിലെ പല അമ്പലങ്ങളിൽ കയറിയിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തിയാൽ ഭക്തർക്ക് എത്രമാത്രം സൗകര്യങ്ങളുണ്ട്. ഒപ്പം നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്ക്, ഞാൻ പറയുന്നത് സാമ്പത്തിക സംവിധാനങ്ങൾക്ക് മാത്രമല്ല, സാംസ്കാരിക സംവിധാനങ്ങൾക്ക് എത്രമാത്രം മെച്ചമുണ്ടാകും. അപ്പം ഇതിനകത്ത് ഒരു സർക്കാർ സിസ്റ്റമാറ്റിക്കായിട്ട് ഇടപെടുന്നു എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം അവരെടുത്തുകൊള്ളട്ടെ. നമുക്കെന്താ പ്രശ്നം? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? രാഷ്ട്രീയ നേട്ടം ആരെങ്കിലും വേണം എടുത്തുകൊള്ളട്ടെ. പക്ഷേ ആ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകും. ഇത് 3000 പേർക്ക് പ്രവേശനം നിശ്ചയിച്ചെങ്കിലും 5000-ഓളം പേർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തു എന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ 500 പേർ കൂടെ പ്രവേശനം ഒരുക്കാം എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് ഹർഷ ഇതിനകത്തുള്ളത്? പ്രധാനപ്പെട്ട ആളുകൾ. ഇപ്പോൾ ജേക്കബ് ന്യൂസിൻ്റെ പേര് കണ്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ? തിരക്കെങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ്. തിരക്കിനെ നിയന്ത്രിക്കുന്ന സിസ്റ്റമാറ്റിക് ആക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സെഷൻ തന്നെയും ഈ പറയുന്ന പ്രധാനപ്പെട്ട ജേക്കബ് ന്യൂസ് ഒരു പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളുള്ള വിപുലമായ അറിവിനെ പറ്റി എനിക്കും അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചുകൊണ്ട് അറിവുള്ളതാണ്. കേരള സമൂഹത്തിനകത്ത് തന്നെ അറിവുള്ളതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയെല്ലാം കൊണ്ടുവന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് സംവിധാനം ചെയ്യുക എന്ന് വെച്ചാൽ ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കേരളത്തിനാകെ ഞാൻ പറയുന്നത് അവിശ്വാസികൾ കൂടെ ചേർന്നതാണ് ഈ കേരളം. അല്ലെങ്കിൽ അയ്യപ്പന്മാർ മാത്രമല്ല ഇവിടെയുള്ളത്, മറ്റു മതങ്ങളിലെ വിശ്വാസികളുണ്ട്, അവിശ്വാസികൾ ചേർന്നതാണ്. എല്ലാവരും ചേർന്ന കേരളത്തിനാകെ തന്നെയും ഒരു ഉണർവ് നൽകുന്ന ഒരു പരിപാടിയാണിത്. ഇത് നടത്താൻ തീരുമാനമെടുത്തതിന് അവരുടെ രാഷ്ട്രീയ ലാക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. അതിനൊക്കെയാണല്ലോ രാഷ്ട്രീയം വേണ്ടത്. അപ്പോൾ ആ നിലക്ക് നന്നായിട്ട് തന്നെ പോട്ടെ. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്. ഇതിന് പരാജയപ്പെട്ടു. നിങ്ങൾ വലിയ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയിട്ട് വലിയ പരിപാടിയൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് 2, 3, 4 കൊല്ലം കഴിഞ്ഞാൽ ഈ പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ സർക്കാരിനോടും ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടും ചോദിക്കാനുള്ള അവസരം കൂടെയാണ്. നമ്മൾ മലയാളികൾ എന്ത് ചെയ്യണം? അവിടെ എന്താണ് സംഭവിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കണം. ഒരു ഡയറി വാങ്ങിയിട്ട് BJP-ക്കാരും കോൺഗ്രസ്സുകാരും അടക്കമുള്ള എഴുതി വെക്കണം എന്ത് സംഭവിച്ചു അവിടെ. എന്നിട്ട് 3-4 വർഷം എടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾ നടപ്പാക്കിയോന്ന് അവരോട് ചോദിക്കണം. അവിടെ തന്നെ ചോദിക്കണം. അത് ഇതിനകത്ത് അത് നമുക്ക് കാത്തിരുന്ന് അങ്ങനെ ചെയ്യാനായിട്ട് ഇവരെ ഉപദേശിക്കാം. പക്ഷെ അതല്ല കാരണം, അങ്ങനെയല്ല അവർ ചെയ്യേണ്ടതും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് രാഷ്ട്രീയം തന്നെയാണ്. ഇത് സമാന്തരമായി അവിടുത്തെ അയ്യപ്പന്മാരെയെല്ലാം അവരുടെ ഈ സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഈ പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആണത് ചേരുന്നതെങ്കിൽ കൂടി ഇതിന് 2 തലമാണ്, 2 ലക്ഷ്യങ്ങളുണ്ട്, 2 ലെഗുണ്ട്. ഒന്ന് അവിടുത്തെ വികസന കാര്യങ്ങൾ, 2 തികഞ്ഞ രാഷ്ട്രീയം. അതായത് BJP-ക്ക് എതിരെയുള്ള അല്ലെങ്കിൽ BJP-യുടെ വോട്ട് ബാങ്ക് സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് തന്നെ വേണം ഇതിനെ കാണാൻ. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഹിന്ദു വോട്ടുകളിൽ ഉണ്ടായ ചോർച്ച അടയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. ഇതിനകത്ത് എനിക്ക് രസകരമായൊരു കാര്യം, ഈ സമയത്ത് നടന്ന ചർച്ചകളും കോടതി വ്യവഹാരങ്ങളും ഒന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കോടതി വ്യവഹാരങ്ങളുടെ ഒടുവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ 3500 പേര് പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടെ പ്രകൃതി നാശമൊന്നും ഉണ്ടാവരുത്. 50 ലക്ഷം പേര് ഒരു വർഷം വരുന്ന സ്ഥലത്ത് 3500 പേര് ഈ 7 കോടി ചെലവിട്ട് നല്ല സൗകര്യങ്ങളോടെ സ്വസ്ഥമായി ഇരുന്ന് കൈകാര്യം ചെയ്യുന്നതിന് എന്ത് പ്രകൃതി നാശം വരാനാണ്? അതാണ് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇതിനേക്കാൾ രസകരമായ കാര്യം, അവിടെ സ്പോൺസേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കരമായി ഞെട്ടിയ ചിലരുണ്ട് കേരളത്തിൽ. അപ്പോൾ ആ ഞെട്ടലിനും ഇപ്പം വലിയ സ്ഥാനമില്ലാതായി. കാരണം ഈ സ്പോൺസർമാരെ വെച്ച് തന്നെയാണ് ഈ പരിപാടി ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ അനാവസരത്തിൽ അനാവശ്യമായിട്ട് ഇത്തരത്തിൽ ഞെട്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. പരിപാടി വലുതായി അല്ല, അന്ന് തന്നെ നമ്മൾ പറഞ്ഞാണ് ഈ കുംഭമേള അടക്കമുള്ള മുഴുവൻ പരിപാടികളിലും വരുന്ന സ്വകാര്യ സ്പോൺസർമാർ ആരെല്ലാമാണ്, എന്തെല്ലാമാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് വഴി പരിപാടി ഗംഭീരമായി നടക്കട്ടെ എന്നേ തൽക്കാലം പറയാനുള്ളൂ. ഏറെ പ്രത്യേകതകളുള്ള ഒരു പുരാതന കാനന ക്ഷേത്രം എന്നതിനപ്പുറമാണ് നമ്മുടെ കാലത്ത് ശബരിമലയുടെ പ്രസക്തി. ജാതി മത വേലിക്കെട്ടുകൾക്കെല്ലാം അപ്പുറമാണ് ആ ആരാധനാ സ്ഥാനം. ജാതിമത വ്യത്യാസമില്ലാതെ ലക്ഷോപലക്ഷങ്ങളാണ് മല ചവിട്ടി അയ്യനെ കാണാനെത്തുന്നത്. 2 മാസത്തിലേറെ നീളുന്ന സീസൺ കാലയളവിൽ മാത്രം കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം ഭക്തർ അവിടെ എത്തുന്നു എന്നാണ് കണക്ക്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇനിയും ഏറെ നമുക്ക് ഒരുക്കാനുണ്ട്. അതിലോലമായ ശബരിമലയുടെ പരിസ്ഥിതിയെയും കാര്യമായി കരുതേണ്ടതുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി കൂടിയാകട്ടെ ആഗോള അയ്യപ്പ സംഗമം. വിവാദങ്ങൾക്കപ്പുറം ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിനും സുഗമമായ തീർത്ഥാടന കാലത്തിനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അയ്യപ്പ സംഗമത്തിൽ ഉയരട്ടെ. ആദ്യത്തിലൊരിടവേള.